വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി ബാർ കൌൺസിൽ. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ റിപ്പോർട്ട് നൽകണം. ബാർ കൌൺസിൽ അടിയന്തര യോഗം 3 മണിക്ക് ചേരും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ബാർ കൌൺസിൽ തിരുവനന്തപുരം ബാർ അസോസിയേഷനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്തായാലും ഇതിന്മേലായിരിക്കുമോ ബാർ കൌൺസിൽ 3 മണിക്ക് അടിയന്തര യോഗം ചേരുക? അതെ രോഹിണി, അതായത് വഞ്ചിയൂരിൽ ഇന്നലെ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബേലിൻദാസ് മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അടിയന്തര റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കേരള ബാർ കൌൺസിൽ കടന്നിരിക്കുന്നത്. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അടിയന്തരമായിട്ട് റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടുള്ള നടപടിയിലേക്കായിരിക്കും നിലവിൽ ചേരുന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം ഉണ്ടാകുക. വൈകുന്നേരം 3 മണിക്ക് ബാർ കൌൺസിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അഭിഭാഷകനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി അത് ഏത് വിധത്തിലാണ് സ്വീകരിക്കേണ്ടത്, അതിന്റെ പ്രാഥമികമായിട്ടുള്ള നടപടികളായിരിക്കും ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട. ഇതുമായി ബന്ധപ്പെട്ടാണ് 3 മണിക്ക് യോഗം ചേരാനായിട്ട് വിളിച്ചു ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശ്യാമിലി ഈ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരികയും ഇതുമായി ബന്ധപ്പെട്ട് പരാതി മറ്റിടങ്ങളിൽ നൽകുകയും ചെയ്തത്. അതിനിടയിൽ തന്നെ ബാർ അസോസിയേഷൻ, അതായത് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അയാളെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബാർ കൌൺസിലും അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നും അതിന്റെ നടപടികൾ ഏത് വിധത്തിൽ പുരോഗമിക്കുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് ബാർ അസോസിയേഷൻ ബാർ കൌൺസിലിന് നൽകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്ന സമയത്ത് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്ക് ബാർ കൌൺസിൽ മുന്നോട്ട് പോകും. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.